السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ചയുടെ പകലുമാണ് നമുക്ക് മുമ്പിലുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ദിവസത്തിന്റെ മുഴുവൻ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ 10 വലിയ ശ്രേഷ്ഠതയുണ്ട്. അത് വെള്ളിയാഴ്ച ദിവസവും വെള്ളിയാഴ്ചയുടെ രാവുമാകുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദിവസങ്ങളുടെ നേതാവ് അത് വെള്ളിയാഴ്ച ദിവസമാണ്. അല്ലാഹു തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലാൻ നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഒരു സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല 10 സ്വലാത്ത് ചൊല്ലുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ പരിശുദ്ധമായ രാപ്പകലുകളിൽ നമ്മൾ ചൊല്ലാൻ പോകുന്നത് അല്പം സ്വലാത്തും അതുപോലെ തന്നെ ദുൽഹജ്ജിന്റെ ആദ്യ 10 ചൊല്ലേണ്ട മഹത്തായ ദിക്റുകളും സൂറത്തുൽ ഫജ്റുമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മൾ ചൊല്ലുന്ന ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് വിദൂരമല്ലാത്ത ഭാവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്ത് ആ കൊട്ടാരം സിയാറ ചെയ്യാനും അവിടുത്തെ പോയി സന്ദർശിക്കാനും ദുആ ചെയ്യാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെയും മുറാദുകൾ ഹാസിലാക്കി തരുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു അതൊക്കെ നീ കബൂലാക്കണേ അല്ലാഹ്. ദുൽഹജ്ജ് മാസം എന്നുള്ളത് റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സദഖ ചെയ്യാൻ ഏറ്റവും അഫ്ളലായ മാസമാണ് ദുൽഹജ്ജ് മാസം. അല്ലാഹു തആല സദഖകളൊക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ. മുതഅല്ലിമീങ്ങൾ ഓതി പഠിക്കുന്ന ഓരോ ഹർഫുകളുടെയും പ്രതിഫലം അല്ലാഹു തആല അവർക്കും അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസിലേക്ക് കടക്കുകയാണ്. അല്ലാഹുവേ, നീ ഇജാബത്തുള്ള മജ്ലിസാക്കി നീ കബൂലാക്കണേ അല്ലാഹ്. ഇലാ ഹളറത്തി സയ്യിദിനാ വനബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات أهل الخير كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്ത്, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാൻ ഓതാം സൂറത്ത് ബഖറയിലെ ആയത്തുൽ കുർസി. എല്ലാവരും ഒരുമിച്ച് ഓതുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച ഖുബ്ബ നമ്മുടെ സ്ക്രീനിൽ കാണാം. അത് നോക്കാൻ കഴിയുന്നവരൊക്കെ നോക്കി ചൊല്ലുക. അത് മനസ്സിൽ കൊണ്ടുവന്ന് ആ റൗള ഷരീഫ മനസ്സിൽ കണ്ട് എനിക്കും ഇവിടെ ഒരു ദിവസം പോകണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് നമുക്ക് ലഭിക്കണം. അല്ലാഹുവേ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. മരണസമയത്ത് മുത്തുനബി തങ്ങളുടെ പൂമുഖം കണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖബറിലും മഹ്ശറിലൊക്കെ മുത്തുനബി തങ്ങളുടെ ആ ഒരു സുഹ്ബത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. സ്വർഗ്ഗലോകത്ത് നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് സ്വലാത്ത് ചൊല്ലുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിലേക്ക് സ്വലാത്തും സലാമും ചൊല്ലുകയാണ്. എല്ലാവരും ഒരുമിച്ച് 33 തവണ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്.
الصلاة والسلام عليك يا سيدي يا رسول الله 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 ഒരുപാട് പ്രയാസങ്ങളുണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ വിഷമങ്ങളുള്ളവരുണ്ട് രോഗങ്ങളുള്ളവരുണ്ട് അതിനൊക്കെ പരിഹാരമാണ് സ്വലാത്തുൻ നാരിയ നാരിയത്ത് സ്വലാത്ത് ഒരു 3 തവണ ചൊല്ലുക اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ നീ കബൂലാക്കണേ അല്ലാഹ് മുത്തനബി തങ്ങളിലേക്ക് നേരിട്ട് ഇതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന നല്ല മജ്ലിസാക്കി നീ കബൂലാക്കണേ അല്ലാഹ് നീ സ്വീകരിക്കണേ റഹ്മാനെ
ഈ സ്വലാത്തുൻ നാരിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, വിഷമങ്ങൾ, എല്ലാ തടസ്സങ്ങളും നീ നീക്കിത്തരണേ അല്ലാ. അല്ലാഹുവേ, കടങ്ങളുള്ളവർക്ക് വീട്ടിത്തരണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് നീ വീട് നൽകണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലുന്നത് ദുൽഹജ്ജിന്റെ ആദ്യ 10 ദിവസം പ്രത്യേകമായി 10 തവണ വീതം ചൊല്ലേണ്ട മഹത്തായ ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയാൽ നമ്മുടെ തെറ്റുകൾ പൊറുക്കുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പൊറുത്തു തരണേ അല്ലാ. എല്ലാവരും സ്ക്രീനിൽ നോക്കി ചൊല്ലുക. لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور، لا إله إلا الله عدد الدهور، لا إله إلا الله عدد أمواج البحور، لا إله إلا الله عدد النبات والشجر، لا إله إلا الله عدد القطر والمطر، لا إله إلا الله عدد لمح العيون، لا إله إلا الله خيرا مما يجمعون، لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور،
لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خيرا مما يجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور അള്ളാഹുവെ നീ കബൂലാക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ചെയ്തു പോയ തെറ്റുകളൊക്കെ നീ പുറത്തു തരണേ അല്ലാഹ്. നീ മാപ്പാക്കണേ റഹ്മാനേ. ഇനി ദുൽഹജ്ജിന്റെ 10 ദിവസങ്ങളിൽ ചൊല്ലേണ്ട 5 ദിക്റുകളാണ് ചൊല്ലുന്നത്. പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന 5 ദിക്റുകൾ മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എല്ലാവരും ഒരുമിച്ച് ചൊല്ലുക, സ്ക്രീനിൽ നോക്കി ചൊല്ലുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു وحده لا شريك له إلها واحدا أحدا صمدا لم يتخذ صاحبة ولا ولدا أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سمع الله لمن دعا ليس وراء الله المنتهى. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഓതുന്നത് സൂറത്തുൽ ഫജ്ർ ആണ്. 10 വരെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ഓതൽ സുന്നത്തുള്ള സൂറത്ത് എല്ലാവരും ഒരുമിച്ച് ഓതുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين طغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية
فادخلي في عبادي وادخلي جنتي. ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യുകയാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുതഅല്ലിമീങ്ങളുടെ ചെലവിലേക്ക് സംഭാവനകൾ നൽകിയവർ, കഴിയുന്ന ആളുകളൊക്കെ സംഭാവന ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. മഹത്തായ മാസമാണ് ദുൽഹിജ്ജ. റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വതക്ക ചെയ്യാൻ പറ്റുന്ന അത് മുതഅല്ലിമീങ്ങൾക്കാകുമ്പോൾ അതിൻ്റെ പ്രതിഫലം പറയേണ്ടതില്ലല്ലോ. ആരെയും നിർബന്ധിപ്പിക്കുന്നില്ല. കഴിയുന്ന ആളുകളൊക്കെ സംഭാവന ചെയ്യുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലും എല്ലാത്തിനും വലിയ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ജോലി സംബന്ധമായ പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, അവരുടെയൊക്കെ ജോലികളിലെ തടസ്സങ്ങളൊക്കെ നീക്കിക്കൊടുക്കണേ. അല്ലാഹ് സാലറി കൂടുതലായി കിട്ടാൻ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ പ്രൊമോഷൻ നൽകി കൂടുതൽ ശമ്പളം ലഭിക്കുന്ന രീതിയിൽ അല്ലാഹു തആല ആക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളും കുടുംബത്തിലെ വിഷമങ്ങളൊക്കെ അല്ലാഹു തആല നീക്കി തരുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ മക്കളുടെയൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ വലിയ ഖൈർ നൽകട്ടെ, ബറക്കത്ത് നൽകട്ടെ. കലഹങ്ങളും കുടുംബ പ്രശ്നങ്ങളും അല്ലാഹു തആല അതൊക്കെ നീക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല അവർക്കിടയിൽ സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങളും നീക്കി തരുമാറാകട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെയൊക്കെ കടങ്ങളെ വീട്ടി തരണേ. അല്ലാഹ്, കടങ്ങളുള്ളവർക്കൊക്കെ എത്രയും പെട്ടെന്ന് അത് വീട്ടാനുള്ള വഴികൾ നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, അസുഖങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. മുട്ടുവേദനയും കാലുവേദനയും തലവേദനയൊക്കെ ആയിട്ട് അല്ലാഹു എല്ലാവർക്കും ശിഫ നൽകണേ. അല്ലാഹ്, നീ ശിഫ നൽകണേ. അല്ലാഹ്, ഹോസ്പിറ്റലുകളിൽ കഴിയുന്നവരുണ്ട്. പ്രായമായ മാതാപിതാക്കളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആഫിയത്ത് നൽകണേ. അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹു, ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലിയ അദ്കാറുകളുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നീ ശിഫ നൽകണേ. അല്ലാഹ്, നീ ശിഫ നൽകണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകണേ. അല്ലാഹ്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് മുഅ്മിനീങ്ങളുടെ മാതാപിതാക്കൾ ആറടി മണ്ണിലാണ്. അല്ലാഹു, അവരുടെ അവസ്ഥ നിനക്കറിയാമല്ലോ. അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ. അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളൊക്കെ നാളെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. അല്ലാഹ്, മുത്തുനബിയുടെ സുഹബത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മഖബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും മർദിയായ സിയാറത്ത് നിർവഹിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹുവേ, ഹജ്ജിന് വേണ്ടി പോയവരുണ്ട്. എല്ലാ കർമ്മങ്ങളും അവരിൽ നിന്ന് സ്വീകരിക്കണേ. അല്ലാഹ്, അവരുടെ ദുആകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം ഖൈറാകുന്ന സമയത്ത് ആഖിബത്ത് നന്നായുള്ള കാമിലായ തൗബയോടെ കൂടെയുള്ള മരണം നീ ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ്, അപകടങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. മാരകമായ അസുഖങ്ങളിൽ നിന്ന് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, മരണം വരെ പൂർണ്ണ ആഫിയത്ത് ഞങ്ങൾക്ക് നൽകണേ. അല്ലാഹ്, ഒരു ആഫിയത്തിനും തിരിച്ചെടുക്കല്ല റഹ്മാനെ. മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ. അല്ലാഹ്, അവരുടെയൊക്കെ പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം നൽകണേ. അല്ലാഹ്, പഠിക്കാനുള്ള ബുദ്ധിശക്തി നൽകണേ റഹ്മാനെ. ഓർമ്മശക്തി നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ. അല്ലാഹ്, വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ റഹ്മാനെ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിലുള്ള മുറാദുകളൊക്കെ നീ ഹാസിലാക്കി തരണേ. അല്ലാഹ്, ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ. അല്ലാഹ്, നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചോദിക്കാത്തതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നീ ഞങ്ങൾക്ക് ഖൈറായതൊക്കെ നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ അവരുടെ ആവശ്യങ്ങൾ വിഷമങ്ങളൊക്കെ പറഞ്ഞു ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാമല്ലോ റഹ്മാനെ. അല്ലാഹുവേ, അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുക്കണേ. അല്ലാഹ്, റാഹത്തും സമാധാനവും സന്തോഷവും നൽകണേ. അല്ലാഹു, ഞങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും മഖബൂലായി സ്വീകരിക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കണേ റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين بفضله. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.